ചേട്ടന്റെ സിനിമകളുടെ ഏറ്റവും വലിയ ക്രിട്ടിക് ഇവിടെ ആരാണ് വീട്ടില്? എന്നെ ക്രിട്ടിക് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ലേ? മക്കളെന്തായാലും വന്ന് ഡയലോഗ് അടിക്കാൻ മുതിരാറുണ്ടോ? അപ്പ കൊടുക്കും. അതും കൊണ്ടൊക്കെയാണ് നീ വയറെടുത്തിന്നെ വേണമെങ്കിൽ കണ്ടിട്ട് പോടാൻ പറയും. അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ, നാട്ടുകാരോട് പറയാൻ പറ്റൂല്ലോ. അപ്പൊ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഭാര്യ എന്തായാലും ഒരു ഡയലോഗ് അടിക്കാൻ വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അല്ല പറയുമായിരിക്കും, കൊള്ളൂരി പറയും. ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നു, നമുക്കറിയാല്ല അത് മോശമാണെന്നുള്ളത്. എന്നാലും ചേട്ടനെ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറഞ്ഞ് ഇവർക്ക് ആർക്കെങ്കിലും വേദനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വീട്ടുകാർക്ക് ആർക്കെങ്കിലും ചേട്ടാ അച്ഛാ ആ സിനിമ അഭിനയിച്ച ഭയങ്കര ബോറായിരുന്നു? എത്ര പ്രാവശ്യം. ആണോ? പിന്നെ സിനിമ ഏതാന്ന് ഞാൻ ചോദിക്കണല്ലോ, പറയൂലെന്ന് എനിക്കറിയാം. അതെ അതെ, എത്ര സിനിമകള് അത് എനിക്കറിയാന്ന് ഞാൻ ബോറായിരുന്നുള്ളത്. അല്ലാണ്ട് അവര് പറഞ്ഞു. അങ്ങനെ ഞാൻ പടത്തിന്റെ പേര് പറയൂല. ഞാനും മണിയും കൂടി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാത്രി ഒരു സ്ഥലത്ത് നിന്ന് ഇരുട്ട് പിടിച്ച സ്ഥലമാണ്. അങ്ങനെ വണ്ടി നിർത്തി മൂത്രം വെച്ചിട്ടിരിക്കണം അവിടെ. അപ്പൊ തിയേറ്ററിന്റെ തൊട്ടുപുറത്താ. നേരെ മോപ്പിട്ട് നോക്കിയപ്പോ ഞങ്ങളുടെ ഒരു പോസ്റ്റർ, ഞങ്ങൾ രണ്ടുപേരും പടത്തിന്റെ പേര് പറഞ്ഞില്ല. മണി വിട്ടോട്ടാ, വിട്ടോ ആൾക്കാർ തല്ലി കൊല്ലും നമ്മളാ. എന്നെ ഒരു പടത്തിന് ഞാൻ ചെന്നപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടത്, അത് എന്നെ ചതിച്ചതാ. എന്റെ പെങ്ങളുടെ പോകാൻ പറഞ്ഞു നല്ല പടമാണെന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്ന് എനിക്ക് ഒന്ന് കുഴപ്പമാണ് പടം അഭിനയിക്കാൻ ചെന്നിട്ട്. ഞാൻ അഭിനയിച്ച പടം തിയേറ്ററിൽ പോയി കണ്ടു. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് കണ്ടപ്പോ ഇറങ്ങിയാണ് ഞാൻ. എനിക്ക് മനസ്സിലായി കുഴപ്പമാണ്, കമന്റുകൾ ഒരുപാട് വരാൻ സാധ്യത മനസ്സിലായി. ഞാൻ തയ്യാറെടുത്തു, എന്തായാലും അനുഭവിക്കല്ലേ, ഞാൻ കാശ് വാങ്ങിച്ച മരിച്ച പടമാണ്. ഇറങ്ങിയപ്പോ ഒരുത്തെന്ന് പറഞ്ഞ് ഹലോ മീശ മാധവനെ ഓർത്ത് വെറുതെ വിട്ടേക്ക. അതാണ് എനിക്കത് അത് ഒരു പുതിയ അനുഭവമായിരുന്നു. ഇതൊരു ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പണിക്കാർ നിന്ന് പണിത വീടാണിത്. അത് ഒന്നിനുണ്ടല്ല 10 പേര്. 10 പേരും മരപ്പണിക്കാർ മാത്രമേ ഉള്ളൂ. ഓഹോ, അത് മാത്രമേ. അല്ല, മരപ്പണിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൊത്തുപണികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതങ്ങനെ ആയിപ്പോയതാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്നോട് പറയും ഇങ്ങനെ ഇതൊക്കെ കാണിച്ചോണ്ട് പറയും ഈ മയിലാണ്, അത് മയിലാ അവിടെ ഈ കോണിപ്പടിയമ്മ. അപ്പൊ അവിടെ മയില് കൊത്തി നല്ല രസമായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഭംഗിയാണ് അപ്പൊ ഓക്കെ അന്നത്തെ കൊത്തിക്കോ. അത് കൊത്തുന്ന വെച്ചാൽ ഒരെണ്ണം 10 ദിവസം എടുക്കും. ഇങ്ങനെ കാണിച്ച് ഒരെണ്ണത്തിന് 10 ദിവസം എടുക്കും. പിന്നീടാണ് തോന്നിയത്, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുഴപ്പമുള്ള കൈവിട്ട് പോയെല്ലാം തോന്നിയത്. കാരണം ഇതൊരു 150 എണ്ണം ഉണ്ട്. ഈ സാധനം 150 എണ്ണം ഒരെണ്ണം കൊത്തണേന് 10 ദിവസം പിടിക്കും. എന്റെ ചേട്ടാ, അങ്ങനെ ഓരോന്നും